പ്രേക്ഷകരെ നോക്കൂ. അയ്യോ മണിയാശാന് തെറ്റി, അത് പ്രേക്ഷകരെ നോക്കുവല്ല, പ്രിയപ്പെട്ടവരെയും നോക്കൂ. അത് എന്റെ ടാഗ്ലൈൻ. നീ നിന്റെ ട്രൗസർ മാത്രം ഇട്ട് കളിച്ചാൽ മതി, എന്റെ ട്രൗസർ എടുത്ത് നീ കേട്ടണ്ട, നിനക്കത് കേറൂല. ആ കോളിൽ തന്നെ അവർ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഒരാളെ ഇത് പുറത്ത് വിടാൻ വേണ്ടി പറ്റില്ല, പക്ഷെ ഇവിടെ എന്താണ് ഡൗൺ സർജറി ഇല്ല എന്നൊക്കെ അവർ പറയുന്നുണ്ട്. എന്താണാവോ കാര്യം? അതെനിക്ക് അതിനിപ്പോ അവർ വിളിച്ചു തന്നെ ആയിരിക്കാം. നീ ഇന്നലെ എന്തുവാ പറഞ്ഞത്? എന്റെ കുഞ്ഞമ്മയുടെ മാപ്പിളയുടെ മോളെ കൊണ്ട് ഡബ് ചെയ്തിട്ട് അതിനകത്ത് എഡിറ്റ് ചെയ്ത് കയറ്റി വെച്ചതാന്നല്ലേ? ഒന്നിലും കുറച്ചിക്കടാ. നല്ല കട്ടിയാണല്ലേ. എന്താ പറയാ, പ്രേക്ഷകരെ നോക്കൂ, അങ്ങനെ കുറെ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് സന്തോഷമേ ഉള്ളൂ, കാരണം ഇവരുടെ അക്കൗണ്ടിൽ എന്റെ ഒരു വീഡിയോസ് വരുമ്പോൾ എനിക്ക് അത്രത്തോളം പ്രൊമോഷൻ അല്ലേ. ഇത്രയും വേണം സന്തോഷം. നിങ്ങൾ ഇനിയും വീഡിയോ ചെയ്യണം എനിക്ക് വേണ്ടിയിട്ട്. സത്യമായിട്ട് ഞങ്ങൾ ഇനിയും വീഡിയോ ചെയ്യും. നീ ഇനിയും പൗരത്തരവും കള്ളത്തരവും ചെറ്റത്തരവും ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വീണ്ടും വരണം. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? മണിയാശാൻ വൈകാരികമായി സംസാരിക്കുന്ന സമയത്ത് വീഡിയോ എടുത്തു കൊടുക്കുന്നത് ആരാ? മണിയാശാന്റെ മണി കണ്ടും ഈ മണി കണ്ടും ഒപ്പം കൂടിയ മണിയാശാന്റെ സ്വന്തം അണ്ടിയാശാൻ. ആൾക്കാർ ഒരു തൊരയാണ് ഞാൻ ഇതിൽ മനസ്സിലാക്കി. തൊരയല്ല, അണ്ടിത്താതന്റെ എടാ ആണൊരുത്തം വന്നിട്ട് എനിക്ക് ഗർഭമാണ്, എന്റെ മറ്റേത് മുറിച്ചു, എന്റെ ഇതിനകത്ത് മറ്റേത് കയറ്റി വെച്ചു എന്നൊക്കെ പറയുമ്പോ ആൾക്കാർക്ക് പിന്നെ തൊരയല്ലാതെ പിന്നെ എന്ത് പുലയനാർ മണിയമ്മ വരാനാ നാറി. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ, ഇനി സ്വസ്ഥമായിട്ട് വണ്ടി